ഹലോ, നമുക്കിതൊരു മന്തി റെസിപ്പി ആയാലോ? അപ്പോൾ ബാ. ആദ്യം നമുക്ക് ചിക്കനും അരിയും കൂടി കഴുകി മാറ്റി വെക്കാം. അരി നമുക്ക് കുറച്ച് വെള്ളത്തിലാക്കി 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ചിക്കനിൽ നമ്മൾ ഫോർക്ക് കൊണ്ട് കുറച്ച് നേരം കുത്തിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. കുരുമുളക്, ഗ്രാമ്പൂ, പട്ട, അങ്ങനെ ഈ കാണിച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് നമുക്ക് കുറച്ച് വേവിക്കാം. വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിത് അരയ്ക്കാം. അരച്ച് നമുക്ക് മസാലയായിട്ട് ചിക്കനിലേക്ക് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മാഗി ക്യൂബും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ടിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പൊക്കെ കൂട്ടി അരച്ച് ഈ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന മസാലയിൽ ചേർത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിനി അത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അതിടുക. പിന്നെ മല്ലിയില അരച്ചിടുക. പിന്നെ സവാളയും കൂടി ഇങ്ങനെ വിതറിയിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കുറച്ച് നേരത്തേക്ക് അടുപ്പിൽ വെക്കാം. പിന്നെ നമുക്ക് ഈ കാണിച്ച സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് നമുക്കതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നേരത്തെ കാണിച്ച് വെച്ച സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് ഇടാം. അതിട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന അരി അതിൻ്റെ അകത്തേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ മുമ്പ് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടണം. അരി ഇട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരി സെറ്റായി വരും. എന്നിട്ട് നമുക്ക് അരി എടുത്ത് നേരത്തെ നമ്മൾ അടുപ്പിൽ വെച്ചേക്കുന്ന മസാലയിൽ അരി ഇടാം. പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന പോലെ നമുക്ക് മുളക് ഇങ്ങനെ കുത്തി വെച്ച് നമുക്ക് കുറച്ച് നേരം അത് അടുപ്പിരിക്കട്ടെ. നമുക്കിനി മയോണീസ് ഉണ്ടാക്കാം. മയോണീസ് ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. മുട്ട, കുരുമുളക്, വെളുത്തുള്ളി, ഉപ്പ്, പഞ്ചസാര, നാരങ്ങ നീരെല്ലാം ചേർത്ത് നമുക്ക് അരയ്ക്കുക. എന്നിട്ട് എണ്ണയും കൂടി ചേർത്ത് അരയ്ക്കുക. നമ്മൾ മയോണീസ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മന്തി ഇവിടെ റെഡിയായി വന്നു. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പുതിനയില ചമ്മന്തിയും കൂടി ഉണ്ടാക്കി. അപ്പം നമ്മുടെ മന്തിയും പുതിനയില ചമ്മന്തിയും മയോണീസൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.